സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പള്ളിക്കര പഞ്ചായത്തിലെ EMS ഭവന നിർമ്മാണ പദ്ധതി ഗുണഭോക്തൃ പട്ടികയെ ചൊല്ലി പരാതി. UDF പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം. 12 SFI പ്രവർത്തകർക്ക് പരിക്ക്. കുരുവികളുടെ വംശനാശത്തിന്റെ ആശങ്കകൾ പങ്കുവച്ച് ലോക കുരുവി ദിനാചരണം. വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികൾ നടന്നു. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണം നടന്നു. മണ്ണിൽ കനകം വിളയിച്ച് അബ്ബാസ്. മണ്ണ് തന്ന വിളവിന്റെ ഒരു വിഹിതം ആശ്രയ കുടുംബങ്ങൾക്ക് എത്തിച്ചു. കുശാൽ നഗർ മുള്ളന്തറ മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട് ഉത്സവത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. പള്ളിക്കര പഞ്ചായത്തിലെ EMS ഭവന പദ്ധതിയിലെ ഗുണഭോക്തൃ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് UDF പ്രതിഷേധം. UDF പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. പള്ളിക്കര പഞ്ചായത്തിലെ 2015-16 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിലെ EMS ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ചാണ് സമരം നടന്നത്. ഗ്രാമസഭ അംഗീകരിച്ച ഗുണഭോക്തൃ പട്ടികയിലെ അംഗങ്ങളെ തഴഞ്ഞ് ഭരണകക്ഷിക്ക് അനുകൂലമായ അംഗങ്ങളെ തിരികെ കയറ്റുകയായിരുന്നുവെന്ന് UDF ആരോപിക്കുന്നു. പട്ടിക പുനഃപരിശോധിക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT അഹമ്മദ് അലി പറഞ്ഞു. മനസ്സിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്നു മുൻ മുഖ്യമന്ത്രി EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പേരിലുള്ള ഭവന നിർമ്മാണ പദ്ധതിയിൽ നടന്ന ക്രമക്കേടുകളും സ്വജനപക്ഷപാതവും അതുപോലെ ഇതിൽ ഈ പള്ളിക്കര പഞ്ചായത്ത് കാണിച്ച ഈ ക്രമക്കേടിനെതിരെയുള്ള ശക്തമായ ഒരു താക്കീതായിട്ടാണ് ഈ മാർച്ച്. നമുക്കറിയാം, പാവപ്പെട്ടവർക്ക് വേണ്ടി നമുക്കറിയാം ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നു. ആ പദ്ധതികളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് KEA ബക്കർ അധ്യക്ഷനായി. NA നെല്ലിക്കുന്ന് MLA മുഖ്യപ്രഭാഷണം നടത്തി. DCC വൈസ് പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, തച്ചങ്ങാട് ബാലകൃഷ്ണൻ, സാജിദ് മൗവൽ, അനീഫ കുന്നിൽ, സത്യൻ പൂച്ചക്കാട്, സുകുമാരൻ പൂച്ചക്കാട്, ശ്രീജ തച്ചങ്ങാട്, ബഷീർ കുന്നിൽ, സിദ്ദിഖ് പള്ളിപ്പുഴ, MU അബ്ദുൾ റഹ്മാൻ ഖാദർ ഹാജി എന്നിവർ സംസാരിച്ചു. പോവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിൽ SFI പ്രവർത്തകരെ ആക്രമിച്ചു. ആക്രമത്തിൽ 12 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു LBS എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം നടന്നത്. 40ഓളം വരുന്ന സംഘമാണ് ക്ലാസ് റൂമുകളിൽ കയറി SFI പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ക്രൂരമായി ആക്രമിച്ചത്. അക്രമത്തിൽ 16 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കും പരിക്കേറ്റു. ക്ലാസ് മുറികളിലെ ഭീകരമായ ആക്രമണം കണ്ട നിരവധി പെൺകുട്ടികൾ ബോധരഹിതരായി വീണു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികളും SFI പ്രവർത്തകരുമായ അഖിൽ കൃഷ്ണൻ, അമൽരാജ്, ആശിഷ് വിജയ്, അർജുൻ, ജിതിൻ, നിഖിൽ വിജയ്, മിഥുൻ, സന്ദേശ്, ദിലിത്, അഭിലാഷ്, ദീപക്, ഷമ്മാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചെങ്കള നായനാർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശിഷ് വിജയ്, ജിതിൻ എന്നിവരെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇരു കൈകൾക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ അർജുനനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ആക്രമണത്തിന് പിന്നിൽ MSF KSU പ്രവർത്തകരാണെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. ഇന്ന് കോളേജിൽ 4th ഇയർ ഒരു ക്ലാസ്സിൻ്റെ ഇലക്ഷൻ നടക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മളെല്ലാം ക്ലാസ് കയറി ഇരിക്കുമായിരുന്നു. ക്ലാസ്സിലായിരുന്നു എല്ലാവരും. അന്നേരം പെട്ടെന്ന് ഇലക്ഷൻ കഴിഞ്ഞപ്പം ഒരു വട്ടം UDSFകാർ ആയുധങ്ങളും മാരകായുധങ്ങളും വടിയൊക്കെ ആയിട്ട് വന്നിട്ട് ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിലേക്ക് വാതിൽ തല്ലി തുറന്ന് കയറി മാരകമായിട്ട് നിങ്ങളെ കൊല്ലുമെന്ന് ആക്രോശിച്ചുകൊണ്ട് ഞങ്ങളെ മാരകമായിട്ട് തല്ലി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ക്ലാസ് മുറിയിൽ നടന്ന ആക്രമണം തടയുന്നതിനിടെയാണ് അധ്യാപകർക്ക് പരിക്കേറ്റത്. അനിൽകുമാർ, പ്രശാന്ത് എന്നീ അധ്യാപകർക്കാണ് പരിക്കേറ്റത്. ജില്ലാ പോലീസ് ചീഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി പരിക്കേറ്റ വിദ്യാർത്ഥികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. SFI പ്രവർത്തകർക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധം. കാസർഗോഡ് പ്രതിഷേധ പ്രകടനം നടന്നു. SFI നേതാക്കളായ രജീഷ് വെള്ളാട്ട്, B വൈശാഖ്, സുഭാഷ് പാടി, ഷബീർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
അക്രമത്തിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച ജില്ലയിലെ ക്യാമ്പസുകളിൽ പ്രകടനം നടത്തുമെന്ന് SFI നേതാക്കൾ അറിയിച്ചു. CPM, DYFI എന്നീ സംഘടനകളും അക്രമത്തിൽ പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക കുരുവി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ കുരുവി ദിനം ആചരിച്ചു. വംശനാശം സംഭവിക്കുന്ന അങ്ങാടിക്കുരുവികളെ കുറിച്ചുള്ള ആശങ്കകൾ പങ്കിട്ട് ലോക കുരുവി ദിനം ആചരിച്ചു. ലോകത്തെല്ലായിടത്തും ചെറുപക്ഷികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി നിലനിൽക്കുകയാണെന്ന് ഫോറസ്ട്രി ഉദ്യോഗസ്ഥർ പറഞ്ഞു. മേലാങ്കോട്ട് AC കണ്ണൻ നായർ ഗവൺമെന്റ് UP സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു. പക്ഷി നിരീക്ഷകൻ സത്യൻ മേപ്പയൂർ ക്ലാസ് എടുത്തു. കാസർഗോഡ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ AE മാധവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P വിനു, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ T പ്രഭാകരൻ, M അനിത ടീച്ചർ എന്നിവർ സംസാരിച്ചു. മണ്ണിൽ പൊന്നു വിളയിച്ച് പെരിയങ്ങാനത്തെ അബ്ബാസ് വിളവിന്റെ ഒരു വിഹിതം ആശ്രയ കുടുംബങ്ങൾക്ക് എത്തിച്ചു. 10 ഏക്കർ പാടത്ത് നെൽകൃഷി ഇറക്കിയ പെരിയങ്ങാനത്തെ അബ്ബാസ് വിളവിന്റെ ഒരു വിഹിതം അഗതി ആശ്രയ കുടുംബങ്ങൾക്ക് നൽകി മാതൃകയായി. പരമ്പരാഗത കർഷകനായ അബ്ബാസിന് ഇക്കുറി മികച്ച വിളവാണ് ലഭിച്ചത്. പഞ്ചായത്തിലെ അഗതി ആശ്രയ കുടുംബങ്ങൾക്ക് 5 കിലോ അരി വീതമാണ് നൽകിയത്. പെരിയങ്ങാനത്താണ് അബ്ബാസ് കൃഷി ഇറക്കിയത്. ജൈവ കൃഷി രീതിയിലാണ് അബ്ബാസ് കൃഷി ഇറക്കുന്നത്. മുഴുവൻ സമയ കർഷകനായ അബ്ബാസിന് കൃഷിയിൽ കുടുംബവും സഹായത്തിനെത്തുന്നുണ്ട്. 2.5 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട്. പള്ളിക്കര ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞുരാമൻ അരി വിതരണം ചെയ്തു. കുറേ വർഷമായി അദ്ദേഹം സ്വന്തം നിലയിൽ ഒരുപാട് ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും അദ്ദേഹം തയ്യാറാണ്. എനിക്ക് ചെറുപ്പം മുതലേ പരിചയമുള്ള ഒരാളെന്ന നിലയിൽ ചെറുപ്പം മുതൽ തന്നെ കൃഷിയുമായി കുടുംബ പശ്ചാത്തലത്തിൽ കൃഷിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് നമ്മുടെ അബ്ബാസ്. അദ്ദേഹം ആ പണിയിൽ നിന്നും ഉറച്ചു നിന്നുകൊണ്ട് നാട്ടിൽ നല്ലൊരു കർഷകൻ എന്ന നിലയിൽ അദ്ദേഹം നല്ല അംഗീകാരം പഞ്ചായത്ത് കൊണ്ട് നൽകിയതാണ്. അദ്ദേഹം ഇന്നും നല്ല നിലയിൽ തന്നെ ഒരുപാട് പച്ചക്കറികളും അതുപോലെ തന്നെ നെല്ലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിലൊരു ഭാഗം അദ്ദേഹം ആശ്രയ പദ്ധതിയുടെ ഭാഗമായി പാവപ്പെട്ട കൃഷിക്കാർക്ക് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നൽകാൻ മുന്നോട്ട് വന്നത് അതിയായ സന്തോഷമുണ്ട്. ഒരു കർഷകൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK മാധവി അധ്യക്ഷയായി. CDS ചെയർപേഴ്സൺ V ഗീത, M ജയകൃഷ്ണൻ, അജയൻ പനയാൽ, T നാരായണൻ, K ഗംഗ, P പത്മിനി, ഓമന, അബ്ബാസ് എന്നിവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന സംസ്ഥാന വാഹന പ്രചരണ ജാഥ മടിക്കൈ ബംഗളത്ത് സമാപിച്ചു. മാർച്ച് 23 മുതൽ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ നടക്കാനിരിക്കുന്ന പഞ്ചദിന സത്യാഗ്രഹത്തിന്റെ പ്രചരണാർത്ഥമായിരുന്നു വാഹനജാഥ. മടിക്കൈ ബംഗളത്തായിരുന്നു ജാഥ സമാപനം. സമാപന സമ്മേളനം യൂണിയൻ സംസ്ഥാന ട്രഷറർ സൂസൻ ഉദ്ഘാടനം ചെയ്തു. ഇല്ലേ ഇല്ല എന്നുള്ള വസ്തുത അവർക്കിതൊന്നും പ്രശ്നമേ ഇല്ല. നമ്മുടെ രാജ്യത്തൊന്നും പ്രശ്നമേ ഇല്ല. നമ്മുടെ രാജ്യത്തെ വിലക്കയറ്റങ്ങളോട് പൊരുതി കൊണ്ടുന്നു. നമ്മുടെ രാജ്യത്തെ പെട്രോളും ഡീസലും വില വർദ്ധിക്കുന്നു. അങ്ങനെ വില വർദ്ധിക്കുന്ന സാഹചര്യങ്ങളുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സാധാരണ പെട്രോളും ഡീസലും വില വർദ്ധിക്കുമ്പോൾ പറയുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലയാണ്. ശരിയാ, നേരത്തെ വില ഉണ്ടായിരുന്നു. ഒരു ബാരലിന് $143 വരെ നേരത്തെ വില ഉണ്ടായിരുന്നു. ഇപ്പോഴോ $53
വി പ്രകാശൻ അധ്യക്ഷനായിരുന്നു. ജാഥ ലീഡർ പത്മകുമാർ, ഗിരിജ സുരേന്ദ്രൻ, എസ് പ്രീത, എം രാജൻ, പി ബേബി എന്നിവർ സംസാരിച്ചു. കെ വി ദാമോദരൻ സ്വാഗതവും ഒ കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണവും ഇൻഷുറൻസ് പദ്ധതി ബോധവൽക്കരണവും നടന്നു. അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്ര ഹാളിലാണ് പരിപാടി നടന്നത്. മത്സ്യഫെഡിന്റെ ആഭിമുഖ്യത്തിൽ മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണവും ഇൻഷുറൻസ് പദ്ധതി ബോധവൽക്കരണ പരിപാടിയും നടന്നു. അജാനൂർ കുറുമ്പ ഭഗവതി ക്ഷേത്ര ഹാളിൽ നടന്ന പരിപാടി മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് CK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. എത്ര ബോധവൽക്കരണം നടത്തിയിട്ടും സംഘത്തിൽ 3/4 ആളുകൾ പോലും ഇത് അടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പോരാ. സംഘത്തിലെ മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ ഏത് സമയത്തും പറയാറുണ്ട്, വർഷം തോറും നമുക്ക് ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് നമുക്ക് സർക്കാരിൽ നിന്ന് മത്സ്യപ്പടിയിൽ നിന്നത് ലഭിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നില്ല. ഇനിയെങ്കിലും ഇത് ഇപ്രാവശ്യം ഇതിൻ്റെ ഈ വ്യക്തിഗത ഇൻഷുറൻസിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ വനജ മേഡം അവറുകൾ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ സവിസ്തരം പ്രതിപാദിക്കും. AS ഗോപി അധ്യക്ഷനായി. മത്സ്യഫെഡ് ജില്ലാ മാനേജർ മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണം നടത്തി. മത്സ്യഫെഡ് പ്രൊജക്ട് ഓഫീസർ ശില്പ സ്വാഗതവും മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം സെക്രട്ടറി ബിനു നന്ദിയും പറഞ്ഞു. കുമ്പളയിൽ DYFI പ്രവർത്തകനെ കുത്തേറ്റു. കുന്തൻ വാറടുക്കയിലെ മുഹമ്മദ് സലീമിനാണ് കുത്തേറ്റത്. സംഭവത്തിൽ 2 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. കഴിഞ്ഞ ദിവസം രാത്രി കുമ്പള ടൗണിൽ നിന്നും ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ കുമ്പള ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് DYFI പ്രവർത്തകനായ സലീമിന് കുത്തേറ്റത്. 2 പേർ ബൈക്ക് തടഞ്ഞു നിർത്തി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. വയറിന്റെ ഇടതുഭാഗത്താണ് കുത്തേറ്റത്. ഉടൻ ബൈക്ക് മുന്നോട്ടെടുത്ത് സലീം രക്ഷപ്പെടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് RSS പ്രവർത്തകരായ ചന്തു, പപ്പു എന്നിവർക്കെതിരെ കുമ്പള പോലീസ് നരഹത്യാശ്രമത്തിന് കേസെടുത്തു. അക്രമത്തിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ കുമ്പള ടൗണിൽ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാർത്തകൾ തുടരുന്നു. CPM കാഞ്ഞങ്ങാട് ലോക്കൽ കമ്മിറ്റി EMS AKG അനുസ്മരണം സംഘടിപ്പിച്ചു. പടന്നക്കാട് കരുളത്തായിരുന്നു അനുസ്മരണ പരിപാടി. അനുസ്മരണ പൊതുയോഗം യുവപ്രഭാഷകൻ സച്ചിൻ ബാലുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മഹാന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രഗത്ഭന്മാരായിട്ടുള്ള വെടിക്കെട്ടാശാന്മാരുണ്ട് എന്നുള്ളതാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന പൂരം കേരളത്തിലെ പ്രസിദ്ധമായ വെടിക്കെട്ടിന്റെ നടക്കുന്ന പൂരം. തൃശ്ശൂർ പൂരമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന ഉത്സവം. പാറമേക്കാവും തിരുവമ്പാടിയും 2 ഭാഗത്തു നിന്ന് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുമായി 1.5 ദിവസം തുടർച്ചയായി വെടിക്കെട്ട് ഇങ്ങനെ പല സമയങ്ങളിൽ നടക്കുക. ആ വെടിക്കെട്ട് നടക്കാൻ എത്രയാ ചെലവ് അറിയുന്നത്? 50 ലക്ഷം രൂപ. 1.5 ദിവസം തൃശ്ശൂർ പൂരത്തിന്റെ മഹാമഹമായ വെടിക്കെട്ട് നടത്താൻ വേണ്ട കഴിഞ്ഞ വർഷത്തെ പരമാവധി ചെലവ് 50 ലക്ഷം. 50 ലക്ഷം. ഈ കേരളത്തിന്റെ അകത്ത ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടനത്തിന് 20 മിനിറ്റ് പടം പൊട്ടിച്ചു. 20 മിനിറ്റ് നടത്തിയ വെടിക്കെട്ടിന്റെ ചെലവ് 1.25 കോടി. 1.25 കോടി. 20 മിനിറ്റ് കൊണ്ട് 1.25 കോടിന്റെ പടകം പൊട്ടിച്ച വിദ്യ എങ്ങനെയാണ് എന്ന് ലോകത്തിലുള്ള ഒരു വെടിക്കെട്ടുകാർക്ക് മനസ്സിലായില്ല. പക്ഷേ അത് ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായി, തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മനസ്സിലായി, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് മനസ്സിലായി. കേരളത്തിന്റെ അകത്ത് ദേശീയ ഗെയിംസ് വന്നപ്പോൾ 1.25 കോടി രൂപ വെടിക്കെട്ടിന് 20 മിനിറ്റ്. മോഹൻലാലിനെ കൊണ്ടൊന്ന് ഒരു പരിപാടി അവതരിപ്പിച്ചു. ലാലിസം എന്ന് പേരിട്ടു. നോക്കണങ്ങൾ ഗാന്ധിസം, മാർക്സിസം. ലോകത്തൊരു വ്യക്തിയുടെ പേര് ഇസമായി മാറുന്നത് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണത്. ഒരു വ്യക്തിയുടെ പേര് ഇസമായി മാറുന്നത് നാടിന് വേണ്ടി വലിയ പ്രവർത്തനങ്ങൾ നടത്തി നാടിനെ മാറ്റുമ്പോഴാണ്. അങ്ങനെ ആ മാർക്സിസവും ഗാന്ധിസവും ഒക്കെ ഉണ്ടായത്. മോഹൻലാൽ എന്ന് പറയുന്നത് നല്ലൊരു നടനാണ്, അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ സമൂഹത്തെ മറ്റിമറിക്കുന്ന എന്ത് അവസ്ഥയാണ് ഈ നാടിന് വേണ്ടി, എന്ത് ആശയമാണ് സമ്മാനിച്ചത്? എന്നിട്ട് മൂപ്പരെ പേരിന്റെ ഒപ്പം ഇസം കൂടി ചേർത്തു. ലാലിസം. മാർക്സിസവും ഗാന്ധിസവും പോലെയൊക്കെ ലാലിസം എന്ന് പറഞ്ഞ് പേരിട്ടു. കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കി. അവസാനം പാട്ട് പറഞ്ഞു വെച്ചു, മൂപ്പര് ചൂണ്ടാക്കി. ഞാൻ പണ്ട് സ്കൂൾ പങ്കെടുത്തതായിരിക്കും അല്ലെ കുട്ടിയിലെ പരിപാടി. HK അമ്പാടി അധ്യക്ഷനായി. VV രമേശൻ, CPM കാഞ്ഞങ്ങാട് ലോക്കൽ സെക്രട്ടറി V സുകുമാരൻ എന്നിവർ സംസാരിച്ചു. EMS അനുസ്മരണ ദിനത്തിൽ നാടകവും പതാക ഉയർത്തലും പ്രഭാതപേരിയും നടത്തി. ഹോസ്ദുർഗ് റേഞ്ച് കള്ളിച്ചെത്ത് തൊഴിലാളി വ്യവസായ സഹകരണ സംഘത്തിന്റെയും സ്ട്രോങ് റൂം ഉദ്ഘാടനം നടന്നു. സ്വർണ്ണ പണയ വായ്പാ പദ്ധതിയും തുടങ്ങി. ഹോസ്ദുർഗ് റേഞ്ച് കള്ളുതൊഴിലാളി വ്യവസായ സഹകരണ സംഘത്തിൽ സ്വർണ്ണ വ്യാപാര പദ്ധതി തുടങ്ങി. സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ M വിജയൻ നിർവഹിച്ചു. ജീവനക്കാരുടെ വേതനമുണ്ട്, മറ്റ് ചെലവുകളുണ്ട്, ഭാവി പ്രവർത്തനത്തിന് ആവശ്യമായ നിക്ഷേപങ്ങൾ ആവശ്യമാണ്. ഇതൊക്കെ വളരെ തൃപ്തികരമായ രീതിയിൽ ലാഭകരമായി വിനിയോഗിക്കണമെങ്കിൽ ഈ 30% പലിശ എന്ന് പറയുന്നത് 13% നിരക്കിൽ നമുക്ക് വായ്പ കൊടുത്താൽ
നിക്ഷേപവും വായ്പയും തമ്മിൽ വ്യത്യാസം മാർജിനിൽ തന്നെ നമുക്ക് 2-3% പലിശ. ഇതാണ് നമ്മുടെ പ്രധാനമായ വരുമാനം എന്ന് പറയുന്നത്. പ്രവർത്തിക്കുന്ന സംബന്ധിച്ചിടത്തോളം പലിശ ഇനത്തിലുള്ള വരുമാനം വായ്പ. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ സജീവ് കർത്ത ആദ്യ വായ്പ വിതരണം ചെയ്തു. സംഘം പ്രസിഡന്റ് PK രാമചന്ദ്രൻ അധ്യക്ഷനായി. യൂണിറ്റ് ഇൻസ്പെക്ടർ S സിന്ധുമോൾ, കൗൺസിലർ P ലീല, DV അമ്പാടി, T കുട്ടൻ, K വിശ്വനാഥൻ, PV കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘം ഡയറക്ടർ PV ചന്ദ്രബാനു സ്വാഗതവും KK രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. കുശാൽ നഗർ മുള്ളന്തറ മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന പ്രതിഷ്ഠാ ചടങ്ങും തിരുവപ്പന വെള്ളാട്ടോത്സവവും സമാപിച്ചു. അനുഗ്രഹം തേടി നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തി. കുശാൽ നഗർ മുള്ളന്തറ മുത്തപ്പൻ മടപ്പുരയിലെ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പറശ്ശിനി മടപ്പുര കാർമി ബ്ലാത്തൂർ ചന്ദ്രൻ മടയൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അന്നദാനവും നൽകി. തുടർന്ന് തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. കലശം പൊളിക്കൽ, ദൈവത്തെ മലയിറക്കൽ ചടങ്ങുകൾക്ക് ശേഷം തിരുവപ്പന വെള്ളാട്ടം ഉത്സവം സമാപിച്ചു. മരക്കാപ്പ് കടപ്പുറം മൂകാംബികാദേവി ക്ഷേത്രം ബ്രഹ്മകലശ മഹോത്സവം പുരോഗമിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കലവറ ഘോഷയാത്രകൾ എത്തി. പ്രദേശത്തെ നാനാജാതി മതസ്ഥരുടെ കൂട്ടായ്മയിലാണ് ഉത്സവം നടന്നുവരുന്നത്. ഉത്സവത്തിന്റെ 5ാം ദിവസം സമീപ പ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നാണ് കലവറ ഘോഷയാത്രകൾ എത്തിയത്. ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് അന്നദാനവും ഒരുക്കി. ഉത്സവത്തിന്റെ 8ാം ദിവസമായ 22-ന് രാവിലെ 5-നും 6 മണിക്കും മധ്യേയാണ് പ്രതിഷ്ഠ. 11ാം ഉത്സവ ദിവസമായ 25-ന് രാവിലെ 7-നും 8 മണിക്കും മധ്യേ ധ്വജപ്രതിഷ്ഠ നടക്കും. ഇതേ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പള്ളിക്കര പഞ്ചായത്തിലെ EMS ഭവന നിർമ്മാണ പദ്ധതി ഗുണഭോക്തൃ പട്ടികയെ ചൊല്ലി പരാതി. UDF പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോവൽ LBS എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം. 12 SFI പ്രവർത്തകർക്ക് പരിക്ക്. കുരുവികളുടെ വംശനാശത്തിന്റെ ആശങ്കകൾ പങ്കുവച്ച് ലോക കുരുവി ദിനാചരണം. വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികൾ നടന്നു. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ മൈക്രോ ഫിനാൻസ് വായ്പാ വിതരണം നടന്നു. മണ്ണിൽ കനകം വിളയിച്ച് അബ്ബാസ്. മണ്ണ് തന്ന വിളവിന്റെ ഒരു വിഹിതം ആശ്രയ കുടുംബങ്ങൾക്ക് എത്തിച്ചു. കുശാൽ നഗർ മുള്ളന്തറ മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട് ഉത്സവത്തിന് സമാപനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.